വിജനമായ കുന്നിൻ മുകളിലായി ആ പഴയ വീടുണ്ടായിരുന്നു. അതിന്റെ ജനലുകൾ ലോകത്തേക്ക് തുറച്ചു നോക്കുന്ന ശൂന്യമായ കണ്ണുകൾ പോലെയായിരുന്നു. അവിടെയുള്ള ആളുകൾ ആ വീടിനെപ്പറ്റി പല കഥകളും പറഞ്ഞു പരത്തി. ഒരു കുടുംബം അപ്രത്യക്ഷമായതിനെക്കുറിച്ചും വിചിത്രമായ ശബ്ദങ്ങളെക്കുറിച്ചും ഭയപ്പെടുത്തുന്ന വെളിച്ചങ്ങളെക്കുറിച്ചും. എന്നാൽ സാറയെ സംബന്ധിച്ചിടത്തോളം ഒരു യുവ പത്രപ്രവർത്തകയ്ക്ക് അതൊരു വെറും കഥ മാത്രമായിരുന്നു. സാറ അവിടെയെത്തി. അഴുകിയതിന്റെയും നനഞ്ഞ മണ്ണിന്റെയും ഗന്ധം അവിടെ തങ്ങി നിന്നിരുന്നു. അവൾ ആ വീടിന് അകത്തേക്ക് കാലെടുത്തു വെച്ചപ്പോൾ അവളുടെ നട്ടെല്ലിലൂടെ ഒരു വിറയൽ പടർന്നു. ആരോ തന്നെ ശ്രദ്ധിക്കുന്നതായി അവൾക്ക് തോന്നി. അവൾ അത് ഒടിഞ്ഞ ജനൽ ചില്ലുകളിലൂടെ കാറ്റടിക്കുന്നത് കൊണ്ടാണെന്ന് കരുതി അവഗണിച്ചു. അകത്ത് പൊടി നിറഞ്ഞ മുറികളുടെയും ഇടിഞ്ഞു വീഴാറായ ഭിത്തികളുടെയും ഒരു വലിയ ശൃംഖല തന്നെയുണ്ടായിരുന്നു. സാറ എല്ലാം രേഖപ്പെടുത്താൻ തുടങ്ങി. പകുതി നശിച്ച ചിത്രങ്ങള്, ജീർണിച്ച ഫർണിച്ചറുകൾ, പ്രേതമുടികൾ പോലെ എല്ലാ പ്രതലങ്ങളിലും കത്തിപ്പിടിച്ചിരിക്കുന്ന ചിലന്തിവലകൾ. രാത്രിയായപ്പോൾ വീടിന് കൂടുതൽ തണുപ്പ് അനുഭവപ്പെട്ടു. എങ്ങും നിശബ്ദത. സാറ ക്യാമറ ഹാളിൽ സ്ഥാപിച്ചു. അവിടെ മാത്രമായിരുന്നു കുറച്ചെങ്കിലും സ്ഥലമുണ്ടായിരുന്നത്. അവൾ എടുത്ത ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ സ്ക്രീനിന്റെ ഒരു കോണിൽ അവൾ എന്തോ ശ്രദ്ധയിൽപ്പെട്ടു. ഇരുണ്ടതും അവ്യക്തവുമായ ഒരു രൂപം. അത് മിന്നി മറയുന്നത് പോലെ തോന്നി. ആദ്യം അവൾക്കത് വെളിച്ചത്തിന്റെ ഒരു തകരാറാണെന്ന് തോന്നി. ഇതുവരെ കാണാത്ത എന്തോ ഒന്നിന്റെ നിഴൽ. എന്നാൽ അവൾ ക്യാമറ സൂം ചെയ്തപ്പോൾ അവളുടെ ശരീരം ഞെട്ടിവിറച്ചു. ആ രൂപം വെറുമൊരു നിഴലായിരുന്നില്ല. അത് മറ്റെന്തോ ആയിരുന്നു. എന്തോ ജീവനുള്ളത്. അത് ഒരു കറുത്ത നിറത്തിലുള്ള രൂപമായിരുന്നു. സാറയുടെ ഹൃദയം ഇടിപ്പ് കൂടി തുടങ്ങി. അവൾ സ്വയം പറഞ്ഞു വിശ്വസിച്ചത് അപ്പോൾ അതവളുടെ തോന്നലാണെന്നും അവൾ അവളോട് തന്നെ പറയാൻ തുടങ്ങി. എന്നാൽ ആ നിഴൽ അവളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അതിന് അവളുടെ സാന്നിധ്യം അറിയാമെന്നുമുള്ള തോന്നൽ അവളെ വിട്ടുമാറിയില്ല. ഒരുതരം ഭയം കലർന്ന മനസ്സുമായി അവൾ ക്യാമറ ഉയർത്തിപ്പിടിച്ച് ആ കോണിലേക്ക് നീങ്ങി. അവൾ അടുത്തേക്ക് ചെല്ലുന്തോറും നിഴൽ വലുതാവുന്നത് പോലെ അവൾക്ക് തോന്നി. ആ കറുത്ത രൂപം ശക്തമാവുകയായിരുന്നു. അവൾക്ക് നേരിയ ഒരു ശബ്ദം കേൾക്കാമായിരുന്നു. ഈ ശബ്ദം അവളുടെ പേര് വിളിക്കുന്നതായി അവൾക്ക് തോന്നി. ഭയം അവളെ പിടികൂടി. പക്ഷേ അവൾക്ക് അവിടെ നിന്നും അനങ്ങാൻ കഴിഞ്ഞില്ല. അവൾ ആ വീട്ടിൽ കുടുങ്ങിയതുപോലെയായിരുന്നു. ആ നിഴൽ അവൾക്ക് നേരെ വന്നു. പെട്ടെന്ന് ക്യാമറ അവളുടെ കയ്യിൽ നിന്ന് വഴുതി നിലത്തേക്ക് വീണു തകർന്നു. ആ രൂപം മുന്നോട്ട് കുതിച്ചു. അവളെ അതിന്റെ പിടിയിലൊതുക്കി. സാറ നിലവിളിച്ചു. പക്ഷേ ആ ശബ്ദം വീടിന്റെ നിശബ്ദതയിൽ ലയിച്ചു ഇല്ലാതായി. പിറ്റേന്ന് രാവിലെ പോലീസ് സാറയുടെ കാർ വീടിന് പുറത്ത് കണ്ടെത്തി. അവളുടെ ക്യാമറ ഉണ്ടായിരുന്നു. അതിന്റെ അവസാന റെക്കോർഡിങ്ങിൽ ആ നിഴലിന്റെ ഒരു ചിത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാറയെ പിന്നീട് ആരും കണ്ടില്ല.